17-ാം നൂറ്റാണ്ടിലെ ഇറ്റലി. വിളറി വെളുത്ത മുഖവും ചുവന്നു തുടുത്ത ചുണ്ടുകളും സ്വർണ തലമുടിയും സ്ത്രീ സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായി കരുതിയിരുന്ന ആ കാലത്ത് വശ്യ സൗന്ദര്യത്തിന്റെ പരമകോടിയിലെത്തുവാൻ സ്ത്രീജനങ്ങളെ സഹായിച്ച ഒരു ബിസിനസ്സുകാരി ജൂലിയ ടൊഫാന. ഒരു പക്ഷേ ഇന്നത്തെ ഷനേലിനെയും ഡിയോറിനെയും പോലെ ഒരു ബ്രാൻഡായി മാറിയിരുന്നു അന്ന് ജൂലിയ ടൊഫാന. താഴ്ന്ന തട്ടിലുള്ളവർ മുതൽ സമ്പന്നർ വരെ ജൂലിയയുടെ ആരാധകരായിരുന്നു. എന്നാൽ കേവലം മുഖസൗന്ദര്യം മാത്രമായിരുന്നില്ല അവളുടെ ലക്ഷ്യം. സ്ത്രീകൾ മാനസികമായും ശാരീരികമായും സ്വതന്ത്രരാവാതെ പൂർണ്ണ സൗന്ദര്യവതികളാവില്ല എന്ന് തിരിച്ചറിഞ്ഞ ജൂലിയ തൻ്റെ വിശ്വസ്തരായ കസ്റ്റമേഴ്സിന് സൗന്ദര്യ വസ്തുക്കളോടൊപ്പം അവളുടെ ഏറ്റവും വിശേഷപ്പെട്ട മറ്റൊരു പ്രോഡക്റ്റും നൽകി: അക്വാ ടൊഫാന. 600ഓളം പുരുഷന്മാരുടെ ജീവനെടുത്ത അക്വാ ടൊഫാനയെ ഒരു മാരകവിഷമായല്ല, പകരം നരകതുല്യമായ ദാമ്പത്യ ജീവിതം തള്ളി നീക്കുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കുന്ന തൻ്റെ സുഹൃത്തുക്കളായ സ്ത്രീകൾക്കുള്ള അമൃതായാണ് അവൾ അക്വാ ടൊഫാനയെ കണ്ടിരുന്നത്. ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും സൂത്രശാലിയായ സീരിയൽ കില്ലർ, ദ വിഡോ മേക്കർ ജൂലിയ ടൊഫാന എന്ന പോയ്സണറുടെ ജീവിതകഥ. 1633 സിസിലിയയിലെ പലർമോ എന്ന സ്ഥലത്ത് വെച്ച് ടൊഫാനിയ ഡി അഡാമോ എന്ന സ്ത്രീയെ തൂക്കിലേറ്റുന്നു. ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു എന്നതാണ് അവരിൽ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം. അസഹനീയമായ ഭർതൃപീഡനങ്ങൾക്ക് വിരാമമിട്ട് സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുവാൻ ആ അമ്മ കണ്ടെത്തിയ വിഷക്കൂട്ട് മകൾ ജൂലിയായും ഹൃദ്യസ്ഥമാക്കിയിരുന്നു. അമ്മയുടെ മരണശേഷം ജൂലിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഒരു കോസ്മെറ്റിക് ഷോപ്പ് നടത്തിപ്പോന്നു. ഒപ്പം ജൂലിയയുടെ മകളും ജ്യോതിഷ പണ്ഡിതയുമായ ഗിരോലമ സ്പാറ എന്ന പെൺകുട്ടിയും ഉണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിൽ പല വർണ്ണങ്ങളിൽ ആകർഷകമായ ചെപ്പുകളിൽ ഏതൊരു സൗന്ദര്യ ആരാധകരെയും കീഴ്പ്പെടുത്തുന്ന വിധത്തിൽ ഉൽപ്പന്നങ്ങൾ അവൾ കമ്പോളത്തിലെത്തിച്ചു. ജൂലിയയുടെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയായിരുന്നു. ഇതേ സമയം കടയുടെ പിന്നാമ്പുറത്ത് മണമോ നിറമോ രുചിയോ ഇല്ലാത്ത, പെട്ടെന്നൊന്നും ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്ത, കേവലം 4 തുള്ളി കൊണ്ട് ഒരു ജീവൻ സ്തംഭിപ്പിക്കുവാൻ കഴിവുള്ള അക്വാ ടൊഫാന എന്ന് ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ആ വിഷക്കൂട്ട് കുപ്പികളിൽ നിറഞ്ഞുകൊണ്ടേയിരുന്നു. അതേ വേഗത്തിൽ തന്നെ വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. സ്ത്രീകൾ സമ്പന്ന കുടുംബങ്ങളിലേക്ക് സ്വന്തം ഇഷ്ടത്തോടുകൂടിയല്ലാതെ വിവാഹിതരായി പോകുവാൻ നിർബന്ധിതരായിരുന്ന സമയമായിരുന്നു ഇറ്റലിയിൽ ആ കാലയളവിൽ ഉണ്ടായിരുന്നത്. അല്ലാത്തപക്ഷം യാതൊരു രീതിയിലുള്ള അവകാശങ്ങളും അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ ഭൂരിഭാഗവും ഒരു വിൽപ്പനച്ചരക്കായും പുരുഷന് തൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ഒരു ഉപകരണമായി മാറിയിരുന്നു. വിവാഹിതരായിരുന്ന സ്ത്രീകളിൽ സിംഹഭാഗവും തികഞ്ഞ അസംതൃപ്തരും അതിലുപരി ഭർത്താക്കന്മാരുടെ ഒരുതരം പ്രതികാരദാഹം വെച്ച് പുലർത്തിയിരുന്നവരുമായിരുന്നു. ഈ അവസരം മുതലെടുത്ത ജൂലിയ തൻ്റെ സാമ്പത്തിക ഉന്നമനത്തെ ലക്ഷ്യം വെച്ചു എന്നതിനേക്കാളും തൻ്റെ അമ്മയുടെ മരണത്തിന് തനിക്ക് തന്നെ ഉണ്ടായ ജീവിത ദുരവസ്ഥയ്ക്ക് ഒരുപക്ഷെ മറ്റ് സ്ത്രീകളെ പോലെ അവളും അനുഭവിച്ച വേദനകൾക്കുള്ള തിരിച്ചടിയായിട്ടായിരുന്നു അക്വാ ടൊഫാനയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയിരുന്നത്. തൻ്റെ ചെറുപ്പകാലം മുതലേ അപ്പോത്തിക്കിരികളുമായുള്ള അടുപ്പമാണ് ആഴ്സനിക്കും ലെഡും ബാലഡോണയും ചേർത്ത് ആർക്കും സംശയം ഉളവാക്കാത്ത വിധത്തിൽ ഇപ്രകാരമുള്ള ഒരു മരുന്നുണ്ടാക്കുവാൻ ജൂലിയയെ പ്രാപ്തയാക്കിയത്. തൻ്റെ കസ്റ്റമേഴ്സിൽ നിന്നും ജൂലിയ അവരുടെ ജീവിതാവസ്ഥകൾ മനസ്സിലാക്കുന്നു. അക്വാ ടൊഫാനയുടെ സഹായം ആവശ്യമുള്ളവരെ അവൾ തിരിച്ചറിയുന്നു. വിശ്വസ്തരാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം അവൾ അവർക്ക് അക്വാ ടൊഫാനയെ പരിചയപ്പെടുത്തുന്നു. അതിഭീകരമായി അടിച്ചമർത്തപ്പെട്ട, ഒന്ന് സമാധാനമായി ശ്വസിക്കണമെങ്കിൽ പോലും അനുവാദം അപേക്ഷിക്കേണ്ടി വരുന്ന ഗതികെട്ട സ്ത്രീകൾ ഒരിക്കലെങ്കിലും മനസ്സിലെങ്കിലും തങ്ങളുടെ ഭർത്താക്കന്മാരുടെ മരണം ആഗ്രഹിച്ചിരുന്നിരിക്കാം. അക്വാ ടൊഫാനയുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവർക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഏതു വസ്തുവിൻ്റെ കൂടെയും ചേർന്നു പോകുന്ന ഈ വിഷക്കൂട്ട് ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ എത്തിക്കുക എന്നത് അത്ര ശ്രമകരമായിരുന്നില്ല. അക്വാ ടൊഫാനയുടെ ആദ്യ ഡോസ് ഒരു ക്ഷീണവും ഉന്മേഷക്കുറവുമൊക്കെ പുരുഷന്മാരിൽ സൃഷ്ടിക്കാൻ തുടങ്ങി. 2ാം ഡോസ് കഴിയുമ്പോഴേക്കും കലശലായ വയറുവേദനയും ഡിസെൻട്രിയും ഒക്കെയായി ആകെ വയ്യാതെയാകും. എന്നാൽ ഇത് സാധാരണമായി കണ്ടുവരുന്ന അസുഖ ലക്ഷണങ്ങളായി ഭൂരിഭാഗം ആൾക്കാരും തള്ളിക്കളയും. വയറുവേദന പരിധി വിടുമ്പോൾ കാരണം അന്വേഷിച്ചു തുടങ്ങുമെങ്കിലും അപ്പോഴേക്കും അടുത്ത ഡോസുകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടാകും.
അതോടെ ഭർത്താക്കന്മാർ മരണത്തിന് കീഴടങ്ങുന്നു. മരണമറിഞ്ഞ് എത്തുന്നവരുടെ മുൻപിൽ കണ്ണീരൊഴുക്കിയും വിലപിച്ചും ദുഃഖം അഭിനയിച്ചും ആ രഹസ്യം ഭാര്യമാർ അസ്സലായി മൂടിവെക്കും. അങ്ങനെയിരിക്കെ അക്വാ ടൊഫാനയുമായി വീട്ടിലേക്ക് മടങ്ങിയ ഒരു സ്ത്രീ ഭർത്താവിന് പാകം ചെയ്ത സൂപ്പിൽ 2 തുള്ളി അക്വാ ടൊഫാന ചേർത്ത് വിളമ്പുന്നു. എന്നാൽ ഒരു കൊലപാതകത്തിന് വേണ്ട മനക്കെട്ടിയൊന്നും ഇല്ലാതിരുന്ന അവൾ ആകെ പരിഭ്രാന്തയാകുന്നു. ഭാര്യയുടെ പ്രവൃത്തികളിലെ അസ്വാഭാവികത ഭർത്താവ് തിരിച്ചറിയുന്നു. സൂപ്പ് കുടിക്കുവാൻ തുടങ്ങുന്ന ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും അവർ അത് വാങ്ങി വലിച്ചെറിഞ്ഞു കളയുന്നു. കലിയിളകിയ ഭർത്താവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അടിമുടി വിറച്ചുപോയ ആ സ്ത്രീക്ക് പിടിച്ചു നിൽക്കുവാൻ ആയില്ല. അക്വാ ടൊഫാനയുടെയും ജൂലിയയുടെയും പേരുകൾ അവർ പറയുന്നു. അങ്ങനെ ജൂലിയ ടൊഫാന പിടിക്കപ്പെടുന്നു. 1633 മുതൽ 1651 വരെ അവർ നടത്തിയ 600ഓളം പുരുഷ ഹത്യകൾ ജൂലിയ ഏറ്റുപറയുന്നു. എന്നാൽ താൻ നേരിട്ട് ആരെയും കൊന്നിട്ടില്ല, പുരുഷന്മാർ അവരുടെ ഭാര്യമാരാലോ കാമുകിമാരാലോ ആണ് മരണപ്പെട്ടത് എന്ന അവളുടെ വാദത്തിന് കഴുമരത്തിൽ നിന്നും അവളെ രക്ഷിക്കുവാനായില്ല. 1659 ജൂലൈ മാസം ജൂലിയായും മകളും ഒപ്പം ചില അക്വാ ടൊഫാനയുടെ ഉപഭോക്താക്കളും കഴുമരത്തിലേക്ക് പറഞ്ഞയക്കപ്പെട്ടു. ജൂലിയായുടെ മരണശേഷവും ചരിത്രത്തിൽ അക്വാ ടൊഫാന കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അക്വാ ടൊഫാനയുടെ ഉപയോഗം പിന്നീടും തുടരുന്നതായി നിരവധി അഭ്യൂഹങ്ങളും പടർന്നിരുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗത്തിൽ ഞാനടങ്ങുന്ന ഈ സമൂഹം ഒട്ടും പിന്നിലല്ലല്ലോ, അല്ലേ?